ഹലോ. അപ്പോൾ എൻ്റെ 5-ാം മാസത്തിലെ നെയ്യ് കുടിക്കുന്ന ചടങ്ങായിട്ടോ. അതിനു വേണ്ടി നമ്മുടെ ദേശത്തെ അമ്പലത്തിൽ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കല്യാണകൃത നെയ്യും ഏലസൊക്കെ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 ദിവസം പൂജിച്ചതിന് ശേഷമാട്ടോ നമ്മുടെ കയ്യിൽ തരിക. അപ്പോൾ അതിന്ന് വാങ്ങിക്കാൻ വേണ്ടി അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഇതാ അമ്പലത്തിൽ കെട്ടുനിറ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കല്യാണകൃത നെയ്യ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദേശത്തെ ക്ഷേത്രം കേട്ടോ. മഹാദേവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ മഹാദേവൻ്റെ സന്നിധിയിൽ 7 ദിവസം ഏലസും നെയ്യും പൂജിച്ചതിന് ശേഷം തിരുമേനി നമുക്കത് തരും. ഇന്നു മുതൽ 14 ദിവസം വ്രതശുദ്ധിയോട് കൂടിയിട്ടാണ് നെയ്യ് കഴിക്കേണ്ടത്. നോൺ വെജോ കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ചടങ്ങ് ഗർഭിണികൾക്ക് എല്ലാ നാട്ടിലും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏലസ്. ഇത് ലോക്കറ്റ് മോഡലാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ഇത് നമ്മൾ കുറച്ച് കാലം നമ്മുടെ ദേഹത്ത് നമ്മൾ ഇടണം. അപ്പോൾ എനിക്ക് മാലയിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ലോക്കറ്റ് മോഡലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അത് നമ്മുടെ താലിമാലയോടൊപ്പം തന്നെ ഞാൻ ഇട്ടുന്നുണ്ട്. അത് നമ്മൾ അമ്പലത്തിൽ തന്നെ ഇടും. അതിന് ശേഷം വീട്ടിൽ പോയിട്ട് വെറും വയറ്റിൽ വേറെ ഫുഡൊന്നും കഴിക്കാതെ തന്നെ നമ്മൾ നെയ്യ് കുടി തുടങ്ങണം. ഇന്ന് മുതൽ 14 ദിവസം വരെയാണ് നമ്മൾ നെയ്യ് കുടിക്കുക. ഇനി നെയ്യ് കുടിക്കുന്നത് ഗർഭിണികളായിട്ടിരിക്കുന്ന അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ വേണ്ടി നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ടൊന്ന് കാണണേ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചടങ്ങുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഏലസൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.